നമസ്കാരം. 6ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് മക്കളെ നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. 1ാമത്തെ ചാപ്റ്ററായ നെയിംസ് ആൻഡ് നെയിംസ് എന്നുള്ള നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനിയുള്ളത് അതിൻ്റെ സൈഡിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. നമ്മുടെ പാഠത്തിൻ്റെ തന്നെ സൈഡിൽ ഇങ്ങനെ കാണിക്കുമല്ലോ, ഓരോ പേജിൻ്റെയും സൈഡിൽ ആ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെടുത്തി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ഇനി ആക്ടിവിറ്റീസ് കൂടിയുണ്ട്, അത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അപ്പം മക്കളെ കുഞ്ഞുങ്ങളെല്ലാവരും ഇതാ നോക്കിയേ. ടെക്സ്റ്റ് ഉണ്ടോ? ടെക്സ്റ്റ് ഉള്ളവർ എടുത്ത് വയ്ക്കൂ. അതല്ല പ്രിൻ്റ് ഔട്ടാണുള്ളതെങ്കിൽ അതെടുത്ത് വയ്ക്കുക. ഇതൊന്നുമില്ലാത്തവർ വിഷമിക്കേണ്ട, ഡീറ്റെയിൽഡായിട്ട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. 1ാമത്തെ ചോദ്യം നോക്കുക മക്കളെ. വാട്ട് ഡിഡ് കുഞ്ഞു ചിരുത ലവ് ഡൂയിങ് അറ്റ് ദ ഗേറ്റ്? ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുഞ്ഞു ചിരുത ഗേറ്റിൽ വന്ന് നിന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ. അതെന്താണ് എന്നാണ് മക്കളെ ചോദിക്കുന്നത്. എന്താണ്? കുഞ്ഞു ചിരുത ലവ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ് വൈൽ സ്റ്റാൻഡിങ് അറ്റ് ദി ഗേറ്റ്. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയാം. കുഞ്ഞു ചിരുത ലവ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ് വൈൽ സ്റ്റാൻഡിങ് അറ്റ് ദി ഗേറ്റ്. ഗേറ്റിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പോകുന്ന വണ്ടികളും അതുപോലെ എന്താണ് കാൽനട യാത്രക്കാരെയുമാണ് ആര് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നത്? അതൊക്കെ നോക്കാനാണ് ആരിഷ്ടപ്പെട്ടിരുന്നത്? നമ്മുടെ കുഞ്ഞു ചിരുത ഇഷ്ടപ്പെട്ടിരുന്നത്. ഇനി അടുത്തത് 2ാമത്തെ ചോദ്യമാണ്. വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? അപ്പോൾ അന്ന് ആ ഒരു കാലാവസ്ഥ, ആ കുറച്ച് നാളത്തെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു ഉള്ളത്? ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ. നല്ല ശൈത്യകാലം അവസാനിക്കുകയാണ്. ഇറ്റ് വാസ് കോൾഡ്. തണുപ്പായിരുന്നു. ദ എയർ വാസ് ഗ്രാജുവലി വാമിങ് അപ്പ്. തണുപ്പ് അവസാനിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ ചൂടും ചെറിയ രീതിയിൽ ഇങ്ങനെ കാറ്റിൽ വരുന്നുണ്ട്. ബട്ട് ദെയർ വെയർ സ്റ്റിൽ ഒക്കേഷണൽ കോൾഡ് വിൻഡ്സ്. പക്ഷേ അപ്പോഴും ഒക്കേഷണലായി ഇടയ്ക്കിടെ വീശിക്കൊണ്ടിരുന്ന കോൾഡ് വിൻഡ്, തണുത്ത കാറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത നോക്കൂ മക്കളെ. വൈ ഡിഡ് കുഞ്ഞു ചിരുത പസിൽ അബൌട്ട് ദ വേരിയിങ് ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്? എന്താണ്? കുഞ്ഞു ചിരുത വന്നത് ഏത് മാസമാണെന്ന് പറഞ്ഞു മക്കളെ? ജൂലൈയിലാണ്. ആ വന്ന സമയത്ത് നൈറ്റ് എത്രയും നേരം ഉണ്ടായിരുന്നു? രാത്രി 8:30 ആകുമ്പോഴാണ് സൂര്യാസ്തമനം എന്ന് പറഞ്ഞിരുന്നു. ഒരു 15 മണിക്കൂറോളം എന്തുണ്ടായിരുന്നു? പകൽ ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയായി? 5:30 മണിയാവുമ്പോൾ സൂര്യാസ്തമനം. അപ്പോൾ കുഞ്ഞിച്ചിരുത ആകെ പസിൽഡ് ആയില്ലേ? അന്നൊരു എന്താ സ്തംഭിച്ചില്ലേ, അത്ഭുതപ്പെട്ടില്ലേ, കൺഫ്യൂസ്ഡ് ആയില്ലേ? അതാണ് നിങ്ങളോട് ചോദിച്ചത് കേട്ടോ. അപ്പോൾ എന്താ ആൻസർ? കുഞ്ഞിച്ചിരുത വാസ് പസിൽഡ് because when she arrived in July, the sun had set only at 8:30. So the days were very long. But now the sun's at a little before 5. So the days were much shorter. മനസ്സിലായോ? കുഞ്ഞിച്ചിരുത വന്നപ്പോൾ എത്ര മണിക്കാ? ഏത് കാലത്താ? ജൂലൈയിൽ വന്നപ്പോൾ എത്ര മണിക്ക്? 8:30 ആകുമ്പോൾ സൺ എന്ത് ചെയ്യും? അങ്ങ് പോകും. ഇപ്പോൾ എന്തായി? ഇപ്പോഴെത്ര മണിക്കാ? ഒരു 5 മണിക്ക് മുമ്പ് തന്നെ എന്താകുന്നു? സൂര്യാസ്തമനം. അപ്പോൾ എന്താണ്? ഡേയുടെ അളവ് കുറയുന്നു. അതാണ് നമ്മളെ കുഞ്ഞിച്ചിരുത പസിലാവാൻ കാര്യം. വൈ വാസ് കുഞ്ഞിച്ചിരുത സ്റ്റാർട്ടിൽഡ്? എന്തിനാണ് കുഞ്ഞിച്ചിരുത സ്റ്റാർട്ടിൽഡ് ആയിട്ട് നിന്നത്? പിന്നെ അവളുടെ ഒരു ഫ്രണ്ട് വന്ന് പേര് വിളിച്ചപ്പോഴാണ് അവൾ അങ്ങനെ നിന്നത് അല്ലേ? എന്താണ് സ്റ്റാർട്ടിൽഡ് എന്ന് വെച്ചാൽ? ഞെട്ടിപ്പോവുക അല്ലേ? കുഞ്ഞിച്ചിരുത എന്തിനാണ് സ്റ്റാർട്ടിൽഡ് ആയത്, ഞെട്ടിയത്? കേറ്റ് വന്ന് പേര് വിളിച്ചു അല്ലേ? എപ്പോഴാണ്? കുഞ്ഞിച്ചിരുത വാസ് സ്റ്റാർട്ടിൽഡ് ബിക്കോസ് കേറ്റ് സഡൻലി കോൾഡ് ഔട്ട് ഹർ നെയിം ലൗഡ്ലി. ഉറക്കെ വന്ന് കേറ്റ് അവളുടെ പേര് വിളിച്ചു. അപ്പോഴാണ് അവൾ ഞെട്ടിപ്പോയത്. വൈ ഡിഡിൻ കുഞ്ഞിച്ചിരുത ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദി സ്കൂൾ? സ്കൂളിൽ ആ കുട്ടി ഒരു സ്ട്രേഞ്ചറേ അല്ല, എന്ന് വെച്ചാൽ പുതിയൊരു കുട്ടി, എന്താണ് ആർക്കും പരിചയമില്ലാത്തൊരു കുട്ടി, അങ്ങനെ ഒരു ഫീല് ആ കുട്ടിക്കില്ല. എന്താ കാര്യം? എല്ലാവരും വളരെ ഫ്രണ്ട്ലിയും വളരെ കൈൻഡും ഒക്കെ ആയിരുന്നു അല്ലേ? അല്ലാതെ ഒരു പുതിയ കുട്ടിയെ കിട്ടിയെന്ന് പറഞ്ഞാൽ അവളെ നോക്കുകയും മിണ്ടിയൊന്നും ചെയ്യാതിരിക്കുമായിരുന്നോ? അല്ല. കുഞ്ഞിച്ചിരുത ഡിഡിൻ ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ ബിക്കോസ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെയർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ക്ലാസ്മേറ്റ്സും ഫ്രണ്ട്സും ഒക്കെ ഭയങ്കര കൈൻഡും
എന്തുമായിരുന്നു ഹെൽപ്ഫുൾ, സഹായിക്കുകയും ചെയ്യുമായിരുന്നു. വേണമെങ്കിൽ ഇനി അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവൾ മാത്രമല്ലല്ലോ അവിടെ ഇങ്ങനത്തെ ഒരു കുട്ടി, മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ ഉണ്ട്. അതും ഒരു കാരണമാണ്. പക്ഷേ ഈ പാരഗ്രാഫിൽ അത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതും കൂടെ തരാത്തത്. ഇപ്പോൾ ചാപ്റ്ററിനെ മൊത്തത്തിൽ വെച്ച് ചോദിക്കുമ്പോൾ നമുക്ക് അതും പറയാം. എന്താണ്? There were many students from many countries in the school. അത് നമുക്ക് വേണമെങ്കിൽ അതും അവിടെ പറയാം. ഇപ്പോൾ ഇത്രയും മതി കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. Why did കുഞ്ഞിച്ചിരുത think it was rude to call പ്രകാശ് by name? പ്രകാശ് എന്ന പേര് അദ്ദേഹത്തെ വിളിക്കുന്നത് അത്ര മര്യാദയല്ല എന്ന് ആ കുട്ടിക്ക് തോന്നി. എന്താ കാര്യം? എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ കരുതിയത്? ഈ പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തിയെ കാണാൻ ആരുടെ ഛായയുണ്ട്? ഈ കുട്ടിയുടെ അങ്കിളിൻ്റെ ഛായയുണ്ട്. പക്ഷേ പ്രായമോ ഈ കുട്ടിയുടെ മുത്തച്ഛൻ്റെ പ്രായവുമുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ വിളിപ്പിക്കുള്ളൂ? അങ്കിൾ എന്നേ വിളിപ്പിക്കൂ. നമ്മൾ ആരെങ്കിലും ഇത്രയും പ്രായമുള്ളവരെ പേര് വിളിക്കുമോ നമ്മുടെ നാട്ടിൽ? ഇല്ല. അതുകൊണ്ടാണ് ആ കുട്ടിക്കത് മിസ്റ്റേക്കാണ്, അങ്ങനെ ചെയ്തുകൂടാന്ന്, റൂഡാണ് എന്ന് തോന്നിയതല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ പറയാം? പ്രകാശ് ലുക്ക്ഡ് റിമാർക്കബിളി ലൈക്ക് ഹർ അങ്കിൾ ആൻഡ് ഹീ ഹാഡ് ഹർ മുത്തച്ഛൻസ് ഏജ്. അല്ലേ, കുട്ടിയുടെ മുത്തച്ഛൻ്റെ ഏജുമുണ്ട്, അതുപോലെ തന്നെ കാണാൻ ആരെപ്പോലെയുമാണ്? കുട്ടിയുടെ അങ്കിളിനെ പോലെയുമാണ്. ഇൻ ഹർ കൾച്ചർ ആഡിങ് അങ്കിൾ ടു എ മാൻസ് നെയിം ഷോസ് റെസ്പെക്റ്റ്. അല്ലേ, ഒരാളുടെ പേരിൻ്റെ കൂടെ അങ്കിൾ എന്നുകൂടി ചേർക്കുന്നത് ഒരു റെസ്പെക്റ്റ് ആണ്. സിംപ്ലി കോളിംഗ് ഹിം പ്രകാശ് ഈസ് കൺസിഡേർഡ് ഡിസ്റെസ്പെക്റ്റ്ഫുൾ. അല്ലേ, സിംപിളി പേര് മാത്രം വിളിക്കുന്നത് ഒരു ബഹുമാനമില്ലായ്മ എന്നതുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്. അടുത്തത്, വാട്ട് വാസ് കുഞ്ഞിച്ചിരുതാസ് റിയാക്ഷൻ വെൻ പ്രകാശ് പ്രൊനൗൺസ്ഡ് ഹർ നെയിം കറക്റ്റ്ലി? പ്രകാശ് ആ കുട്ടിയുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തപ്പോൾ അവളുടെ റിയാക്ഷൻ എന്തായിരുന്നു? യെസ്, എന്തായിരുന്നു? കുഞ്ഞിച്ചിരുത വാസ് ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ഹാപ്പിയും എക്സൈറ്റഡുമായിരുന്നു. ഷീ സ്മൈൽഡ് ബ്രൈറ്റ്ലി. അവൾ വളരെ നന്നായിട്ടങ്ങ് ചിരിച്ചു. ആൻഡ് നോഡഡ്. അതെ, ബിക്കോസ് പ്രകാശ് സെഡ് ഹർ നെയിം ജസ്റ്റ് റൈറ്റ്. കറക്റ്റായിട്ട് പ്രകാശ് പറഞ്ഞു. ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹർ ഫാമിലി ടു ഡു സോ. അവളുടെ വീടിന് പുറത്ത് ആദ്യമായാണ് ഒരാൾ അവളെ അങ്ങനെ വിളിക്കുന്നത്. അതുകൊണ്ട് വൈ വാസ് പ്രകാശ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം? കുഞ്ഞിച്ചിരുത ആ പേര് കേട്ടപ്പോഴേക്കും പ്രകാശ് എന്താണ്? സർപ്രൈസ്ഡായി. എന്തുകൊണ്ടാണ്? അതൊരു പഴയ പേരാണല്ലേ. ഇപ്പോൾ അധികം ആർക്കും അങ്ങനെ പേരിടാറില്ല അല്ലേ. ഇപ്പോൾ എല്ലാ പിള്ളേരുടെയും മോഡേൺ നെയിംസ് അല്ലേ, അതുകൊണ്ടായിരിക്കാം. കുഞ്ഞിച്ചിരുത ഈസ് എ റെയർ ഓൾഡ് ഫാഷൻഡ് മലയാളി നെയിം. കുഞ്ഞിച്ചിരുത എന്ന് പറഞ്ഞത് പണ്ട് പോലും വളരെ റെയറായിട്ട് കുറച്ച് പേർക്ക് മാത്രം ഉണ്ടായിരുന്ന പേരാണ്, പഴയ പേരുമാണ്. അൺകോമൺ ഫോർ മോഡേൺ ഗേൾസ്. മോഡേൺ ഗേൾസിനത് അൺകോമൺ ആണ്. സോ ഹി വാസ് സർപ്രൈസ്ഡ് അല്ലേ, അതുകൊണ്ടാണ് അദ്ദേഹം സർപ്രൈസ്ഡ് ആയത്. ഹൗ ഡിഡ് കുഞ്ഞിച്ചിരുത ഗെറ്റ് ഹർ നെയിം? കുഞ്ഞിച്ചിരുതയ്ക്ക് ആ പേരെവിടെ നിന്നാണ് കിട്ടിയത്? കുഞ്ഞിച്ചിരുത വാസ് നെയിംഡ് ആഫ്റ്റർ ഹർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഹു വാസ് എ സ്കൂൾ ടീച്ചർ. ഷീ ഹാഡ് ഓൺലി സീൻ എ ഫേഡിങ് ഫോട്ടോ ഓഫ് ഹർ. കുഞ്ഞിച്ചിരുതയ്ക്ക് പേര് എവിടെ നിന്ന് കിട്ടി? ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ പേരാണല്ലേ. ആരായിരുന്നു ആ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ? ഒരു സ്കൂൾ ടീച്ചറായിരുന്നു അല്ലേ. അപ്പോൾ അവരുടെ ഒരു ഫേഡിങ് ആയിട്ടുള്ളൊരു ഫോട്ടോ മാത്രമാണ് കുഞ്ഞിച്ചിരുതയ്ക്ക് ഉള്ളത്, അവരുടെ വീട്ടിലും ഉള്ളത്. വാട്ട് സർപ്രൈസ്ഡ് കുഞ്ഞിച്ചിരുത വെൻ ആൻറ്റോണിറ്റ് പ്രൊനൗൺസ്ഡ് ഹർ നെയിം റൈറ്റ്? ആൻറ്റോണിറ്റ് കറക്റ്റായിട്ട് അവളുടെ പേര് പ്രൊനൗൺസ് ചെയ്തു. അപ്പോൾ ആ കുട്ടിക്കുള്ള സർപ്രൈസ് എന്തായിരുന്നു? ആൻറ്റോണിറ്റ്, എ ഫ്രഞ്ച് ഗേൾ, പ്രൊനൗൺസ്ഡ് കുഞ്ഞിച്ചിരുതാസ് നെയിം പെർഫെക്റ്റ്ലി, എസ്പെഷ്യലി ദ ന സൗണ്ട്. സോ കുഞ്ഞിച്ചിരുത വാസ് സർപ്രൈസ്ഡ് അല്ലേ. എന്താണ്, ആ കുട്ടി ന എന്നുള്ള സൗണ്ട് ഉൾപ്പെടെ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തു. കുഞ്ഞി ഞ് എന്ന് പറഞ്ഞില്ലേ, അതുവരെ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തു. അത് കണ്ടപ്പോൾ ആ കുട്ടി ഏത് രാജ്യത്തുള്ളയാ? ഫ്രാൻസിൽ നിന്ന് വന്ന കുട്ടിയാണ്, എന്നിട്ട് പോലും കറക്റ്റാക്കിയല്ലോ. അതാണ് ആ കുട്ടിയെ അത്ഭുതപ്പെടുത്തിയത്. വൈ ഡു യു തിങ്ക് ആൻറ്റോണിറ്റ് വാസ് ഏബിൾ ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരുതാസ് നെയിം ഈ ഫെയർലി വെൽ? എന്തുകൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് കുഞ്ഞിച്ചിരുത എന്ന പേര് കുറച്ച് നന്നായിട്ട് തന്നെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റിയത്? എന്തായിരിക്കാം കാര്യം? അവരുടെ ലാംഗ്വേജ് ആയിട്ടുള്ള ഫ്രഞ്ച്, ഫ്രാൻസിലെ ലാംഗ്വേജ് ഫ്രഞ്ചിലും ഇതുപോലെയൊക്കെയുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അല്ലേ. Antoinette was able to pronounce Kunjichirtha's name fairly well because she may be used to pronouncing some sounds like n in her language French, which are similar to some Malayalam sounds. അവരുടെ ലാംഗ്വേജിൽ ഈ ന്യൂ എന്നുള്ള സൗണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കാം. അതുപോലത്തെ പല സൗണ്ട്സും നമ്മുടെ മലയാളം സൗണ്ട്സുമായിട്ട് സിമിലർ ആയിട്ടുള്ള മറ്റ് പല സൗണ്ട്സും ഫ്രഞ്ചിൽ ഉണ്ടായിരിക്കാം.
ദീസ് സിമിലാരിറ്റീസ് മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ഹെർ ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരുതാസ് നെയിം. ഈ സിമിലാരിറ്റീസ് ആണ് അവൾക്ക് കുഞ്ഞിച്ചിരുതയുടെ പേര് പെട്ടെന്ന് ഉച്ചരിക്കാനായിട്ട് അവളെ പ്രാപ്തിയാക്കിയത്. ഇത്രയേ ഉള്ളോ? ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ സൈഡിൽ. ഈസി ആയിട്ടുണ്ടല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ഇനി നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് അധികമുണ്ട്. അത് സാരമില്ല, നമ്മൾ അധികം വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. എളുപ്പമുള്ള ആക്ടിവിറ്റീസാണ്, എണ്ണം കൂടുതലാണെന്നേ ഉള്ളൂ. കുഞ്ഞു മക്കൾക്ക് കുഞ്ഞ് ആക്ടിവിറ്റി തന്നെയാണ്, ഈസി ആയിട്ടുള്ള ടാസ്കുകൾ തന്നെയാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾ ഇത്രയും പഠിക്കൂ. അടുത്ത വീഡിയോ നമ്മൾ അധികം വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇപ്പോൾ തന്നെ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഡിസ്ലൈക്ക് ചെയ്തോ കേട്ടോ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. നന്നായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.